അടിപൊളി സ്ഥലം. ആ ആഹാ എനിക്ക് ഇറങ്ങാനുള്ളൂ. അബ്ദുൽ കവർത്തോ ആ വഴി തെറ്റി ഗൈസ്. ഹലോ ഗൈസ്, അങ്ങനെ വഴി തെറ്റി ഞങ്ങള് ഒരു കാട്ടിലെത്തിണ്ട്. ഇനി താഴത്തേക്ക് ഇറങ്ങാനുള്ള വഴി നോക്കണം. ഇതിലിറങ്ങി നോക്കല്ലേ? അല്ലേ എവിടെ വല്ലേ ഇതൊന്നും നോക്കി നോക്കുക ആദ്യം. വല്ലേ മൃഗങ്ങൾ മൃഗങ്ങൾ വല്ലതും ഉണ്ടോക്കണം. ഇതിലിറങ്ങാനുള്ള വഴിയില്ല ഏട്ടാ. ഇതിൽ പോകണം. ആ കാണും വഴി താഴെ. ഇതിലില്ല, ഇതിലേ പോട്ടെ. ഇല്ല ഇതിന് വഴിയുണ്ട്. വാ ഇതാ കാണുന്ന വഴി. നമ്മളിന്ന് വഴി ഉണ്ടാക്കിയിട്ടേ പോളൂ. ഇതിന് ഉണ്ടോ ആ മരത്തിൻ്റെ ഇതിനുണ്ടോ വഴി ഗൈസ്? അപ്പോൾ ഇത് നാട്ടിലെ കാടല്ല, ഇത് കാട്ടിലെ കാടാ. കാട്ടിലെ കാട്, ഫോറസ്റ്റ് കാട് അല്ലേ? കണ്ണും കാണാം. അടിപൊളി കാട്ടത്. ഇന്നലെ കൂടി ഇല്ല. വീണനെ ഇറങ്ങുമോ നോക്കോ സംഭവം അവിടെ. കൈ പിടിക്കണ കൈ പിടിക്കണ്ട എന്നാ അതിലിറങ്ങി അപ്പുറത്തോടെ ഇറങ്ങി. ഇതേ പോരെ ഗൈസ്. അങ്ങനെയാണ് വഴി തെറ്റിയിരിക്കുകയാണ് ഗൈസ്. കാടല്ല ആ കാണുന്ന റോഡില്ലേ? പ്രൈവറ്റ് റോഡാണ്. വഴി കണ്ടു ഗൈസ്. അങ്ങനെ തുർക്കു കാട്ടിൽ ഞങ്ങൾ പെട്ടിരിക്കുകയാണ്. മലയാളികൾ, രണ്ടും മലയാളികളാണ്. പതുക്കെ പതുക്കെ എൻ്റെ കണ്ണിൽ ആ കാണും വഴി. അങ്ങോട്ട് പോകണ്ട, അതൊരു വീട്ടിലേക്കുള്ള വഴിയുണ്ട്. കണ്ണിലടിക്കും. ഗൈസ് വഴി കണ്ടു ഗൈസ്. ഞങ്ങൾ അങ്ങനെ വഴി കണ്ടു. പുറത്തോട്ടിറങ്ങാനുള്ള സെറ്റപ്പിലാണ് ഗൈസ്. ഇങ്ങോട്ട് കൂടെ പോവാ. അങ്ങോട്ട് കയറണ്ടോ? അങ്ങോട്ട് കയറണ്ട, ഇത് മിലിറ്ററി ക്യാമ്പാണ്. ഗൈസ് ഞങ്ങൾ മാർക്കറ്റിൽ പോരുന്ന വഴിക്ക് ഒന്ന് വഴി ലേശം തെറ്റി. കുഴപ്പമില്ല, ഇനി ഒരു അബദ്ധം അങ്ങനെ പറ്റില്ലല്ലോ. അബദ്ധം ഒരിക്കലും പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ റോഡിലേക്ക് എത്തിയായിരിക്കും കേട്ടോ. തകർപ്പൻ നല്ല കൂടി ഇല്ല. ഒടുവിൽ നമ്മൾ സ്ഥലത്തിട്ടോ. കൊള്ളാം. ഇങ്ങനൊരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടല്ലേ നമുക്ക്. പക്ഷേ അടിപൊളിയാണ് കേട്ടോ. ടോപ്പിലൊക്കെ നല്ല വ്യൂവേഴ്സാണ്. ഈ മഴക്കാറ് കാരണം ലേശം വെളിച്ചം കുറവുണ്ടെന്നുള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. വേറെ